ഹായ് കൂട്ടുകാരെ, നമ്മുടെ സ്മൈലി കിച്ചണിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. പക്ഷേ അതിൽ മീനില്ലാതെ ഒരു മീൻകറിയാണ്. ഞാൻ അതിനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ചട്ടി നല്ലപോലെ ചൂടായി. നമ്മുടെ ഈ ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ ഇതിലേക്ക് ഒരു അര സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ ഒന്ന് മൂത്ത് റെഡിയായി വരുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് റെഡിയായി വന്നു. ഞാനിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, 4-5 ചെറിയ ഉള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂട്ടാൽ മതി. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ചെറിയൊരു ഇതിലേക്ക് വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 2 കഷ്ണം പുളി വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെള്ളം ഇതെല്ലാം തിളച്ച് വന്നിരിക്കുകയാണ്. ഞാനിതിലേക്ക് ഒരു ഏത്തയ്ക്ക ചെറിയ പീസാക്കി നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു 100 ഗ്രാം വരുന്ന ചേമ്പ് അതും നീളത്തിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കായും ചേമ്പും എല്ലാം വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് ചേർക്കാനായിട്ട് തേങ്ങ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ തേങ്ങ ഞാൻ അരമുറി തേങ്ങ ചേർന്ന് മിക്സിക്കകത്ത് ചേർത്തു. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സ്പൂൺ പച്ചമല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലപോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചേമ്പും കറിക്കായൊക്കെ നല്ലപോലെ വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പൊന്ന് പിടിച്ചു വരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ അരപ്പ് റെഡിയായിട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിന് കടുക് താളിക്കാനായിട്ടൊരു ചട്ടി വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കടുകൊന്ന് പൊട്ടിച്ച് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നു. ഞാനിതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നപ്പോൾ ഒരല്പം ഒരു 2-3 ചെറിയുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ചെറിയുള്ളി ഒരു ബ്രൗൺ നിറമായിട്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ ചെറിയുള്ളി എല്ലാം മൂത്ത് വന്നു. ഇതിലേക്ക് ഞാൻ 2 ഉണക്കമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറ്റും. അപ്പോഴേക്കും ഞാനിതിലേക്ക് ഒരു തക്കാളിപ്പഴം ക്യൂബ്സ് പീസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് തക്കാളിപ്പഴം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഞാനൊരു ചെറിയ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മേളിൽ ഒഴിക്കുമ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആണ്. ആദ്യം ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ താളിപ്പ് വറവൽ റെഡിയായി. ചിലർ താളിപ്പെന്നും പറയും, വറവലെന്നും പറയും. അങ്ങനെ നമ്മുടെ വറവ് റെഡിയായി. അങ്ങനെ നമ്മുടെ കറിയെല്ലാം റെഡിയായി. ഞാൻ നമ്മുടെ തീയെല്ലാം ഒന്ന് ഓഫ് ചെയ്യാൻ പോവാണ്. ഇതിലേക്കൊരു ശകലം ഉലുവ പൊടിച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ താളിച്ച് വെച്ച താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ താളിപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്.
അങ്ങനെ നമ്മുടെ താളിപ്പ് ചേർത്ത് കൊടുത്തു. ഇതിന് മുകളിലേക്ക് ഒരു അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡിയായി. നമ്മൾ ഈ കറി ഉപയോഗിക്കാൻ നേരം നമ്മളിത് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ബൈ ബൈ. അങ്ങനെ നമ്മുടെ മീൻ ചേർക്കാത്ത മീൻ കറി റെഡി ആയിരിക്കുകയാണ്.